ഒരു മൂവിങ് ആവറേജ് മാത്രം ട്രേഡ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു അടിപൊളി സ്ട്രാറ്റജി. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പണ്ട് യൂസ് ആക്കുന്ന സ്ട്രാറ്റജി ഇതുപോലത്തെ മൾട്ടി സ്ട്രാറ്റജീസ് ഉണ്ട്. EMA എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ മൂന്ന് EMA ഓൺ ആക്കുക. അതായത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയും. അപ്പോൾ അത് 3 ഓൺ ആക്കുക, 3 ഓപ്പൺ ആക്കി വെക്കുക. 1 7 1 17 1 21 അപ്പോൾ ബിഗിനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോവുക. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഒരു മൂവിങ് ആവറേജ് മാത്രം ട്രേഡ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ട്രെൻഡിങ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്ന മാർക്കറ്റിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അപ്പിലേക്ക് പോകുന്ന മാർക്കറ്റിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് മാർക്കറ്റ് വരുന്ന കൺസോൾട്ടേഷൻ തോന്നുന്നു ഏറ്റവും ഡൗണിൽ. ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും, എല്ലാവർക്കും യൂസ് ആക്കാം. കൺസോൾട്ടേഷൻ ബേസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കൺസോൾട്ടേഷന്റെ ഹൈ മാർക്ക് ചെയ്യുക, കൺസോൾട്ടേഷന്റെ ലോ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മൂവിങ് ആവറേജ്, അതായത് ബ്രേക്ക് ആയിട്ട് ഇവിടെ മൂവിങ് ആവറേജ് ബ്രേക്ക് ആയിട്ട് ഉണ്ടാക്കാനില്ല, ഇത് ബ്രേക്ക് ആയി ഈ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക്, നല്ല പോലത്തെ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് എടുക്കാം. സ്റ്റോപ്പ് ലോസിന്റെ താഴെ വെക്കാം, ഈ മൂവിങ് ആവറേജ് താഴെ വെക്കാം. ഓക്കെ, അത്ര റിസ്ക് ആയിട്ട് നോക്കുക. ബാക്ക് ടെസ്റ്റ് നോക്കുക. നിങ്ങൾ ഇവിടുന്ന് ട്രേഡിലേക്ക് എൻ്റർ ആയി ടാർഗറ്റ് നോക്കിയാൽ നമ്മൾ റിസ്ക് വെച്ച ഈ ലെവലാണ്. അത്ര ടാർഗറ്റ് കിട്ടി. ഓൾമോസ്റ്റ് 1:4 റിസ്ക് കാർഡ് കിട്ടി. ഓക്കെ, പക്ഷേ ഇത് യൂസ് ആക്കാൻ പറ്റുന്ന ഏരിയാസ് ഞാൻ പറഞ്ഞാൽ മാർക്കറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന ട്രെൻഡിൽ കൺസോൾട്ടേഷൻ വരുന്ന മാർക്കറ്റ് ശ്രദ്ധിക്കുക. ഈ കൺസോൾട്ടേഷന് ഈ EMAയും റെസിസ്റ്റൻസ് ഒരുമിച്ച് ബ്രേക്ക് ആയിട്ട് വരുന്ന ട്രേഡിലേക്ക് പ്ലേസ് ആവുക. ഒരു സ്റ്റോപ്പ് ലോസ് നോക്കുക, മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക്. അപ്പോൾ ഇതൊരു അടിപൊളി സ്ട്രാറ്റജി. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പണ്ട് യൂസ് ആക്കുന്ന സ്ട്രാറ്റജി ഇതുപോലത്തെ മൾട്ടി സ്ട്രാറ്റജീസ് ഉണ്ട്.